പൃഥ്വിരാജ് സുകുമാരൻ്റെയും ലാലേട്ടൻ്റെയും എമ്പുരാൻ, ദ സെക്കൻഡ് പീസ് ഓഫ് മുരളി ഗോപീസ് 3-piece പസിൽ. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ ഒരു പക്ക പൊളിറ്റിക്കൽ ഡ്രാമയായിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് ലൂസിഫർ വാസ് ലൈക്ക് 80% മുരളി ഗോപി പടവും ആൻഡ് 20% പൃഥ്വിരാജ് ഫിലിമായിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. പക്ഷേ എമ്പുരാനിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചായി. പൊളിറ്റിക്സിന് പകരം സിനിമ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ മാസ് ഫ്ലേവറിനാണ്. എമ്പുരാനിൽ പൊളിറ്റിക്കൽ തീം ഉണ്ട്, പക്ഷേ ലൂസിഫറിലേതുപോലെ ആ ഇൻഡെപ്ത് സ്റ്റോറി ടെല്ലിംഗ് എവിടെയൊക്കെയോ മിസ്സിംഗ് ആയ പോലെ എനിക്ക് തോന്നി. സിനിമ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഓബിയസ്ലി എബ്രാം ഖുറേഷിയുടെ ലോകത്തേക്കാണ്, ദ അണ്ടർവേൾഡ് കിങ്ഡം ഓഫ് KA. അതിനു പുറമെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സെയ്ദ് മസൂദിൻ്റെ ബാക്ക് സ്റ്റോറിയും സിനിമയുടെ ഫൗണ്ടേഷനാണ്. VPN ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് രാജ്യം മാറ്റുന്നത് പോലെയാണ് സിനിമയുടെ ഓരോ സീൻസും ഓരോ രാജ്യത്തേക്കും സഞ്ചരിക്കുന്നത്. അതായത് ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA-ലാണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനാ. ദി ബാക്ക് ബോൺ ഓഫ് എമ്പുരാൻ എന്നത് അതിൻ്റെ മേക്കിംഗ് ആണ്. നിസ്സംശയം പറയാൻ പറ്റും, ദിസ് മൂവി ഈസ് ഇൻഡീഡ് എ ബെഞ്ച് മാർക്ക് ടു ഇന്ത്യൻ സിനിമ. ഇതിൽ വർക്ക് ചെയ്തിരുന്ന എല്ലാ ടെക്നീഷ്യൻസിൻ്റെയും ബെസ്റ്റ് ഔട്ട്പുട്ടാണ് എമ്പുരാനിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് സുജിത് വാസുദേവൻ്റെ സിനിമാറ്റോഗ്രഫിയും ദീപക് ദേവിൻ്റെ സ്കോറിങ്ങും ആണ്. സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ച് സിനിമാറ്റോഗ്രഫി. ചില സമയം നമ്മൾ കാണുന്നൊരു മലയാള സിനിമയാണോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നും. ആ രീതിയിലുള്ള ഷോട്ട്സും പിന്നെ ലൊക്കേഷൻസുമാണ് സിനിമയിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് എവിടെയും ഗ്രീൻ സ്ക്രീൻ VFX ഉപയോഗിച്ചതായിട്ട് തോന്നിയില്ല. അത്രയും ഒതൻറ്റിക് ആയിട്ടാണ് ഓരോ ഫ്രെയിംസും എനിക്ക് അനുഭവപ്പെട്ടത്. സ്കോറിംഗ് സൈഡിൽ ദീപക് ദേവ് തൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാത്തരം മ്യൂസിക് ജോൺറേസും പുള്ളി ഇതിൽ പരീക്ഷിച്ചിട്ടുണ്ട്. ആൻഡ് ദേ വർ ഓൾ അമേസിങ്. പക്ഷേ പാട്ടുകൾ എനിക്ക് എബോവ് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് എനിക്ക് 3 കാര്യങ്ങളാണ് നെഗറ്റീവായി സ്ട്രെസ് ചെയ്യാനുള്ളത്. ഒന്ന്, സിനിമയുടെ ഫൗണ്ടേഷനായി പ്ലേസ് ചെയ്ത സെയ്ദ് മസൂദിൻ്റെ ബാക്ക് സ്റ്റോറി ആൻഡ് അതിലൂടെ ബിൽഡ് ചെയ്ത പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ. ഇതിനൊന്നും ഒരു ലോജിക്കൽ ബേസ് ഉണ്ടായില്ല. രണ്ടാമത്തെ നെഗറ്റീവ്, ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ആൻഡ് വില്ലൻ റോൾ അവതരിപ്പിച്ച അഭിമന്യു സിംഗ്, പുള്ളിയുടെ ക്യാരക്ടറിന് ലൂസിഫറിലെ വിവേക് ഒബ്രോയ് അവതരിപ്പിച്ച ബോബിയുടെ ലെവലിലേക്ക് ഉയരാനൊട്ട് സാധിച്ചില്ല. ആൻഡ് ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി മൂന്നാമത്തെ നെഗറ്റീവ്, അനാവശ്യമായിട്ടുള്ള സ്ലോമോ സീക്വൻസസ് ആണ്. അമൽ നീരദിനെ തോൽപ്പിക്കാൻ നോക്കുന്നത് പോലെയായിരുന്നു പൃഥ്വി സ്ലോ മോഷൻ സീക്വൻസസ് ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടും പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ അത് കുറച്ച് കല്ലുകടിയായിട്ട് എനിക്ക് തോന്നി. എമ്പുരാനിൽ ലൂസിഫറിലെ പല സീൻസും റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, അതൊന്നും പാളിപ്പോയിട്ടില്ല. പക്ഷേ ഈ പരിപാടി ഇനിയും L3 ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പാളിപ്പോകും. ഉറപ്പായിട്ടും ബോറിംഗ് ആകും, റെപ്പറ്റേഷൻ തോന്നും. മാസ് കൊമേഴ്ഷ്യൽ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത എമ്പുരാനിൽ ലൂസിഫറിലേതുപോലെ പഞ്ചായിട്ടുള്ള ഡയലോഗ്സിൻ്റെ കുറവ് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓളം വെച്ച് കൈയടിച്ച് അർമാദിക്കാൻ പറ്റുന്ന ഡയലോഗ്സുകളുടെ എണ്ണം കുറവായിരുന്നു. ഇനി ഈ പെർഫോമൻസ് സൈഡിൽ എന്നെ ഏറ്റവും ഇമ്പ്രസ് ചെയ്തത് മഞ്ജു വാര്യറാണ്. കുറച്ചുകൂടെ ബോൾഡ് ആൻഡ് മച്ചുവേർഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു മഞ്ജുവിനിതിൽ. ആൻഡ് മറ്റൊരു ഷോക്കിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചത് വേറെ ആരുമല്ല, പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂരാണ്. ആൻ്റണി ചേട്ടൻ്റെ ഡയലോഗ് ഡെലിവറിയും ആക്ടിങ്ങും ഒക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ഇന്ത്യൻ സിനിമയിൽ ഫോറിൻ ആക്ടേഴ്സിൻ്റെ പ്രകടനം കാണുമ്പോൾ നമ്മൾ പറയും, ഇവരെയൊക്കെ കോളം ബീച്ചിൽ നിന്ന് തപ്പിയെടുത്തുകൊണ്ട് വന്നതാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. എമ്പുരാനിൽ അഭിനയിച്ച മിക്ക ഫോറിൻ ആർട്ടിസ്റ്റും ഹോളിവുഡ് മൂവീസിൽ അഭിനയിച്ചിട്ടുള്ള പ്രോമിനൻ്റ് ആക്ടേഴ്സാണ്. സോ അവരുടെ ഡയലോഗ് ഡെലിവറീസിലും പെർഫോമൻസസിലെല്ലാം ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഓവറോൾ മേക്കിംഗ് സൈഡിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ബെഞ്ച് മാർക്ക് മൂവി എന്ന് വിശേഷിപ്പിക്കാവുന്ന മലയാള സിനിമയുടെ അഭിമാനമാണ് എമ്പുരാൻ. സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ വൈസ് സിനിമ കുറച്ച് നിരാശ തന്നെങ്കിലും ഇതൊരു കംപ്ലീറ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തരുന്ന മൂവിയാണ്. സോ ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. L3 എന്ന പ്രൊജക്റ്റ് സംഭവിക്കണമെങ്കിൽ ഖുറേഷി അബ്രാമിന് ഹ്യൂജ് ഫണ്ടിങ് ആവശ്യമാണ്. L2 എന്ന സിനിമ ബോക്സ് ഓഫീസിൽ നല്ലൊരു ബ്രേക്ക് ത്രൂ ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് L3 സംഭവിക്കുകയുള്ളൂ. സോ ലെറ്റ് സി ഇഫ് ഖുറേഷി അബ്രാം AKA സ്റ്റീഫൻ നെടുമ്പള്ളി AKA ലൂസിഫർ ക്യാൻ റിട്ടേൺ ഓർ നോട്ട്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ മൂവീസ് ആൻഡ് ഗെയിമിംഗ് കണ്ടൻറ്റ്സിനായി വാട്സ്ആപ്പ് വീക്കെൻഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.